ഞാൻ ജനിച്ച് വളർന്നത് ഇവിടെ കൊച്ചിയുടെ സമീപത്ത് ഒരു ദ്വീപിലാണ്, പൂഞ്ഞിക്കര ദ്വീപ്. എൻ്റെ കുട്ടിക്കാലവും മുതൽക്കേ എനിക്ക് കൊച്ചിയുമായി നല്ല ബന്ധമാണുള്ളത്. കൊച്ചിയെന്ന് ഞാൻ പറയുമ്പോൾ അത് ഇന്ന് കൊച്ചി നഗരസഭയുടെ പ്രദേശം എന്ന് പറയുന്ന ആ ഒരു വലിയ വിസ്താരമുള്ള പ്രദേശമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ പറയുന്നത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശമാണ്. ഞാനിവിടെ എൻ്റെ കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുള്ള പരിചയമാണ്. പിന്നെ ഞാനും എൻ്റെ പിതാവും ഒരുമിച്ച് ഇവിടെ ഫുട്ബോൾ കളി കാണാൻ വരുമായിരുന്നു. അങ്ങനെ ആ സ്ഥലമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് ലഭിക്കുന്നത്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശം എന്ന് പറയുന്നത് കൊച്ചി ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്തു കൂടിയാണ്. അത് ചരിത്രകാരന്മാർ പറയുന്നത് 1341 ഒരു വലിയ ഫ്ലഡ്, ഇന്ന് നമ്മൾ സുനാമി എന്നൊക്കെ വിളിക്കുന്ന പോലത്തെ ഒരു പ്രതിഭാസം ഉണ്ടായിട്ട് കൊച്ചിയുടെ വടക്കുവശത്ത് ഉണ്ടായിരുന്ന മുസിരിസ് എന്ന് പറയുന്ന പോർട്ട് അല്ലെങ്കിൽ തുറമുഖ നഗരം, അങ്ങനെ ഒരു സ്ഥലം, മുസിരിസ് എന്ന് പറയുന്ന സ്ഥലം നിലവിലില്ല, അത് കൊടുങ്ങല്ലൂർ പ്രദേശമായിരുന്നു എന്ന് കരുതുന്നു. അത് നശിച്ചു പോവുകയും തുടർന്ന് 1341 കൊച്ചി ഒരു തകർന്നു പോയ ഒരു തുറമുഖത്തിന് സമാന്തരമായി ഒരു പുതിയ തുറമുഖമായി ഉയർന്നു വന്നു, ഒരു തുറമുഖ പട്ടണമായി വളർന്നു വന്നു എന്നുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ ഈ സ്ഥലമായിട്ട് പരിചയമുണ്ടെങ്കിലും ഞാൻ ഡൽഹിയിൽ എക്കണോമിക് ടൈംസിൽ കാർട്ടൂണിസ്റ്റും അതെ എക്കണോമിക് ടൈംസിൽ കാർട്ടൂണിസ്റ്റ് ഇല്ലസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് NS മാധവൻ ഒരു നോവൽ എഴുതുകയുണ്ടായി. അപ്പം അത് ലണ്ടൻ ബത്തേരിയുടെ ലുത്തീനികൾ എന്നുള്ള പേരിൽ, അത് കലാകൗമുദി വീക്കിലിയാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പം അതിൻ്റെ എഡിറ്ററായിരുന്ന NRS ബാബു എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ അത് വരയ്ക്കണം. ഞാൻ എക്കണോമിക് ടൈംസിൻ്റെ കാർട്ടൂണിസ്റ്റും ഇല്ലസ്ട്രേറ്ററുമായിരുന്നു, പക്ഷേ എനിക്ക് മലയാളത്തിൽ വരയ്ക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവസരങ്ങൾ തേടി ഡൽഹിയിൽ പോയ ആളാണ്. അങ്ങനെ ആദ്യം കുഞ്ഞു കുഞ്ഞു പത്രങ്ങളിൽ വരയ്ക്കുകയും പിന്നീട് ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പത്രത്തിൽ ചേരുകയും അവിടെ നിന്ന് എക്കണോമിക് ടൈംസ് ചേരുകയും ചെയ്തു. അക്കാലത്താണ് ഇതിങ്ങനെ ഒരു വിളി NRS ബാബുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. കാരണം അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് സാമാന്യമായൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ വരയ്ക്കുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു, എഴുതുമെന്ന് അറിയായിരുന്നു. അത് അങ്ങനെ ഒരു ക്ഷണം കിട്ടിയപ്പോൾ തന്നെ അതൊരു വലിയ അവസരമായിട്ടാണ് ഞാൻ കണ്ടത്. അത് അന്ന് ഇല്ലസ്ട്രേഷനൊക്കെ ചെയ്ത ചെറിയ തുകയാണ് കിട്ടുന്നത്, മലയാളത്തിൽ കിട്ടുന്നത്. പക്ഷേ ഞാനതൊരു വലിയ അവസരമായിട്ട് എടുത്തു. എന്ന് വെച്ചാൽ NS മാധവൻ എന്ന് പറയുന്ന റൈറ്റർ, വലിയ റൈറ്ററിൻ്റെ ആദ്യത്തെ നോവല് അതെനിക്ക് കിട്ടുകയാണ്. 2, ആ നോവലിൻ്റെ പശ്ചാത്തലം എനിക്ക് പിടിയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ NS മാധവൻ അക്കാലത്ത് പറ്റ്നയിൽ ജോലി ചെയ്യാണ്, ബീഹാറിൽ പറ്റ്നയിൽ ജോലി ചെയ്യുക. IAS ഓഫീസറായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്, കുടുംബം അന്ന് ഡൽഹിയിലാണ്. അദ്ദേഹം ഡൽഹിയിൽ വരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ കാണലുണ്ടായിരുന്നു. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ കാണും. ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, കാർട്ടൂണിസ്റ്റ് ഉണ്ണി, EP ഉണ്ണി. അപ്പം ഞങ്ങൾ 3 പേരും ഇങ്ങനെ സംസാരിക്കും. ഈ സംസാരങ്ങൾക്കിടയിലാണ് പലപ്പോഴും നോവൽ എഴുതുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലായത്. അദ്ദേഹം പറയുകയുണ്ടായി അതിനെക്കുറിച്ച്. എന്ന് മാത്രമല്ല, ആ നോവലിൻ്റെ ഭൂമിക ഞാൻ ജനിച്ച് വളർന്ന് നേരത്തെ പറഞ്ഞ പൂഞ്ഞിക്കര എന്ന് പറയുന്ന ദ്വീപിന് സമീപമുള്ള പ്രദേശവും കൊച്ചി പ്രദേശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ നോവലിൻ്റെ പശ്ചാത്തലം എനിക്ക് പിടിയുണ്ടായിരുന്നു. അതൊരു കൊച്ചിയുടെ പോപ്പുലർ ഹിസ്റ്ററിയിൽ ബിൽഡപ്പ് ചെയ്ത ഒരു നോവലായിരിക്കും എന്ന് എനിക്ക് ധാരണയുണ്ടായിരുന്നു. NRS ബാബു എനിക്ക് ഇത് വാഗ്ദാനം ചെയ്ത ഉടനെ ഞാൻ ലീവ് എടുത്തു. ഒരു 30 ദിവസം ലീവ് എടുത്തിട്ട് ഞാൻ അടുത്ത ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ട് പോന്നു. കൊച്ചിയിലേക്ക് പോന്നു. വീട്ടിൽ പോയില്ല, നേരെ കൊച്ചിയിലേക്ക് വന്നു. അതായത് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്ന് ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. എന്നിട്ട് ഒരു സ്കെച്ച് ബുക്കുമായി രാവിലെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. രാവിലെ ഇറങ്ങി നടന്നിട്ട് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു അന്നത്തെ ഒരു തിയറി എന്ന് വെച്ചാൽ, ഈ കൊച്ചിയുടെ സാംസ്കാരികവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊരു നോവലിനെ കുറിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ ഒരു രൂപ പശ്ചാത്തലം വേണം, ഒരു ഹോംവർക്ക് വേണം ഞാൻ തീരുമാനിച്ചു. ഡൽഹിയിലിരുന്ന് ചുമ്മാ വരച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. ഞാനിവിടെ ഇറങ്ങി വന്നു. ഇവിടെ വന്ന് രാവിലെ മുതൽ നടക്കും. വഴിയിൽ നടക്കുമ്പോൾ വഴിയിൽ കാണുന്ന കാര്യങ്ങൾ വരയ്ക്കും, ആളുകൾ വരയ്ക്കും, വഴി വരയ്ക്കും, കെട്ടിടങ്ങൾ വരയ്ക്കും. ചില കെട്ടിടങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ജനലുകൾ പ്രത്യേകതകളാണ് തോന്നുന്നു, അത് വരയ്ക്കും. ഡോറ് പ്രത്യേകതകളാണ്, അത് വരയ്ക്കും.
അങ്ങനെ വരച്ച് ഇങ്ങനെ കൂട്ടും. ഇവിടെ താമസം ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു ദിവസം വരച്ചു കൂട്ടിയ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വരച്ചു കൂട്ടിയ ആളുകളെ ഞാൻ ആദ്യം നോക്കിയത്. ഒരു 10-30 കാരിക്കേച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഈ കാരിക്കേച്ചേഴ്സിൽ വരച്ചിട്ടുള്ള ആളുകൾ ഞാൻ നോക്കുമ്പോൾ അത് വിവിധ സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഓക്കെ, എന്നുവെച്ചാൽ ഒരാൾ തമിഴ് സംസാരിക്കുന്ന ആളായിരിക്കും, അടുത്ത കൊങ്കിണി ആയിരിക്കും, 3 ഗുജറാത്തി ആയിരിക്കും, കച്ചി ആയിരിക്കും, ജൂത പാരമ്പര്യമുള്ള ആളായിരിക്കും, അറബി പാരമ്പര്യം ഉള്ള ആളായിരിക്കും. ഇങ്ങനെ 10-40 തരക്കാർ. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇത്ര ആളുകൾ എവിടെയുണ്ട് എന്നുള്ളൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇത്ര വൈവിധ്യമുള്ളൊരു സ്ഥലം അത് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഈ കെട്ടിടങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. ഒരു 40ഓളം ആരാധനാലയങ്ങൾ കാണുകയുണ്ടായി. എന്നുവെച്ചാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചിയിൽ കുടിയേറി വന്ന വിവിധ സാംസ്കാരിക ചിഹ്നങ്ങളായിട്ടുള്ള ആരാധനാലയങ്ങൾ കാണുകയുണ്ടായി. പലതരത്തിലുള്ള മുസ്ലിം ദേവാലയങ്ങൾ, പലതരത്തിലുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, പല ജാതികളെയും പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഹിന്ദു ദേവാലയങ്ങൾ, ജൈന അമ്പലം വരെ ഉണ്ട്. പിന്നെ ഗുജറാത്തിലെ ചില പുണ്യവാന്മാരുടെ സ്ഥലങ്ങൾ. അപ്പോൾ ഇതൊന്നും ഈ കൊച്ചിക്ക് അപ്പുറത്തേക്കില്ല. അതല്ല, ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ 4.5 സ്ക്വയർ കിലോമീറ്ററാണ്. ഈ 4.5 സ്ക്വയർ കിലോമീറ്ററിലാണ് ഇത്രയധികം ആരാധനാലയങ്ങൾ. എന്ന് വെച്ചാൽ ഒരു 40ലധികം ദൈവങ്ങളുണ്ട്, ദേവന്മാരും ദേവികളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന. അപ്പോൾ അന്വേഷിച്ച് പോകുമ്പോൾ 30ലധികം മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ആ 10 പേര് കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്ത് നിൽക്കുകയാണെങ്കിൽ ഈ 10 പേര് മലയാളം സംസാരിക്കുമെങ്കിൽ അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ ഗുജറാത്തി സംസാരിക്കും, മറ്റൊരാൾ ഹിന്ദി സംസാരിക്കും, മറ്റൊരാൾ കച്ച് സംസാരിക്കും. ഇങ്ങനെ ഈ ഒരു നമ്മൾ സാമാന്യമായി പറയാനുള്ളത് നാനാത്വത്തിലെ ഏകത്വം എന്നൊക്കെ പറയാവുന്നത് പോലത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് എനിക്കൊരു പുതിയ തിരിച്ചറിവായിരുന്നു. അപ്പോൾ ലണ്ടൻ ബത്തേരിക്ക് വേണ്ടി വരയ്ക്കുമ്പോൾ അതൊരു പുതിയ തിരിച്ചറിവായിട്ട് എന്നിലേക്ക് കടന്നു വന്നു. പിന്നീട് ലണ്ടൻ ബത്തേരിയുടെ വരകൾക്ക് ശേഷം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അത് എന്തുകൊണ്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം ഭ്രാന്ത് കൊണ്ട് പഠിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യമില്ല, അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരിക, ഇവിടെ കുറച്ച് ദിവസം താമസിക്കുക, ആളുകൾ പഠിക്കുക, പഠിച്ചു ഇങ്ങനെ വെറുതെ മനസ്സിലാക്കി വയ്ക്കുക. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ പത്രപ്രവർത്തനാണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് നല്ല സ്വീകരണമാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ എൻ്റെ കയ്യിൽ വന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് വേണമെങ്കിൽ നമുക്ക് എഴുതാം എന്ന് തോന്നുകയും അത് മാതൃഭൂമിയിൽ മാതൃഭൂമി പത്രത്തിൽ തുടർച്ചയായിട്ട് എഴുതുകയും പിന്നീട് അത് പുസ്തകമായി മാറുകയും ചെയ്തു. ഈ കാലത്താണ് ബിനാലെ എന്ന് പറയുന്ന സങ്കല്പം കടന്നു വരുന്നത്. ഞാൻ ബോംബെയിലേക്ക് പിന്നീട് ട്രാൻസ്ഫറായി പോകുന്നു ഡൽഹിയിൽ നിന്ന്. അവിടെ വെച്ചിട്ടാണ് ഒരിക്കൽ ശ്രീ ബോസ് കൃഷ്ണമാചാരിയും റിയാസ് കോമുവും ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. അവിടെ വെച്ചിട്ടുള്ള പരിചയമാണ്. അപ്പോൾ അന്ന് അവർ എന്നോട് പറഞ്ഞു ബിനാലെ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ട്. ഉല്ലേഖ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരുണ്ട്, എനിക്ക് അറിയപ്പെടുന്ന ജേർണലിസ്റ്റാണ്, പാട്യം ഗോപാലൻ്റെ മകനാണ്. അദ്ദേഹം എനിക്ക് അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബോണിച്ചേട്ടാ ബിനാലെ തുടങ്ങാൻ പോകുന്നുണ്ട്, അതിൽ കൊച്ചിയിലായിരിക്കാനാണ് സാധ്യത, അപ്പോൾ കൊച്ചിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ അവർക്ക് വേണം, താങ്കൾക്ക് അതിൽ ജോയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാനത് പെട്ടെന്ന് അങ്ങ് സ്വീകരിച്ചു. പെട്ടെന്ന് ബോസ് കൃഷ്ണമാചാരിയും റിയാസ് കോമും എൻ്റെ അടുക്കൽ വരികയും ഞാനത് ഓഫർ എടുക്കുകയും ചെയ്തു. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ തേടി വന്നതാണ്. കാരണം കൊച്ചിയെ അറിയാവുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പിന്നീട് ഞാനും ബോസും കൂടി ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ബിനാലെ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് ഞങ്ങൾ കടന്നു. ഞങ്ങളെ രണ്ടുപേരുടെയും ഫോട്ടോ പതിച്ച ഡീഡാണ് ഞങ്ങൾ ബിനാലെ ഫൗണ്ടേഷൻ. ഞാൻ വന്നിട്ടാണ് ഇവിടുത്തെ ബിനാലയുടെ ആദ്യത്തെ ഓഫീസ് വാടകയ്ക്ക് എടുത്ത് തുടങ്ങുന്നത്. അങ്ങനെയാണ് ബിനാലയുടെ. പിന്നെ ഇത് പറയുമ്പോൾ ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ടു ഓർഗനൈസ് എ ബിനാലെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഇത്രയധികം സാംസ്കാരിക വൈവിധ്യമുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ബിനാലെ കൊണ്ടുവരുന്നത്. കൊച്ചി
എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരവസരവും കൂടിയാണ് ഈ ബിനാലെ. എന്ന് വെച്ചാൽ ലോകം മുഴുവനും ഭാഷയുടെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, റിലീജിയൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെ ഇങ്ങനെ വഴക്കിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകുന്നൊരു കാലത്ത് ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആളുകളെ കൊണ്ടുവരിക, അതുകൂടി ബിനാലയുടെ ഫസ്റ്റ് ബിനാലയുടെ 2012 സ്ലോഗൻ അതായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ബിനാലയിലേക്കുള്ള എൻട്രി.